ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനൂസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ക്യാരറ്റ് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്കൊന്നും കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്യാരറ്റ് ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളും വലിയവരൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് തന്നെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ നേന്ത്രപ്പഴമാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് മുന്നിലായി പോവും. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് വേവിച്ച് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ വേവിച്ച് അടിച്ചെടുക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസായിരിക്കും ഇത്. അപ്പോൾ അതേ ഞാനിവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിക്കാതെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിതൊന്ന് അരിച്ചെടുക്കണം, അല്ലാണ്ട് നമുക്ക് കുടിക്കാനായിട്ട് പറ്റില്ല. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലും ക്യാരറ്റും പഴമൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്താണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി കൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിനയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.